ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചാണ്. അതായത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് എന്ന കോഴ്സിനെ കുറിച്ച്. BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, സിലബസ് ഏതൊക്കെയാണ്, ഗവൺമെൻറ് കോളേജസുകൾ ഏതൊക്കെയാണ്, സാലറി, ഫീസ് സ്ട്രക്ചർ, ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കേരളത്തിനകത്ത് നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷനൊക്കെ നടക്കുന്നത്. LBS ത്രൂ വഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. ഇതിനായി നിങ്ങളുടെ +1ൻ്റെ മാർക്ക് പരിഗണിക്കുന്നതല്ല. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2-ൽ സയൻസ് എടുത്ത വിദ്യാർത്ഥിനിയായിരിക്കണം. ഗേൾസിനായാലും ബോയ്സിനായാലും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിനും കൂടെ 50% കൂടുതൽ മാർക്ക് വാങ്ങിയവരായിരിക്കണം. അതുപോലെ തന്നെ ഇതിന് ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ പരിഗണിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിനകത്ത് നിലവിൽ BSc നഴ്സിംഗിന് കേരളത്തിൽ ഒരു എൻട്രൻസ് എക്സാം സെപ്പറേറ്റ് ആയിട്ട് ഇല്ല. ഇനി അടുത്ത വർഷം വരുമോ എന്നും പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ കർണാടക പോലുള്ള സ്ഥലങ്ങളിലാണ് ക്ലാസ്സുകൾ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവർ നടത്തുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള CET എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 4 ഇയർ കോഴ്സാണ്. BSc നഴ്സിംഗിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 17 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് നമുക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. 133 കോളേജസുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ 9 ഗവൺമെൻറ് കോളേജസുകളും 52 പ്രൈവറ്റ് കോളേജസുകളാണ് ഉള്ളത്. നമ്മുടെ കേരളത്തിൽ വരുന്ന ഗവൺമെൻറ് കോളേജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ എന്നിവയാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജസുകൾ കേരളത്തിൽ വരുന്നത്. ബാക്കിയുള്ളത് പ്രൈവറ്റ് കോളേജസുകളാണ്. ഇനി നിങ്ങൾ +2 CBSE പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ പ്രൈവറ്റ് കോളേജസുകളിൽ 10% ബോണസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സല്ല അത്. രോഗികളോട് സമാധാനത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്നവർക്കാണ് നഴ്സിംഗ് എന്നുള്ള ഫീൽഡ് പറ്റുകയുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ജോലി ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കേരളത്തിനകത്തും ഇനി വിദേശത്തിലൊക്കെ ആണെങ്കിൽ ഒട്ടനവധി ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കേരളത്തിനകത്ത് തന്നെ ഗവൺമെൻറ് കോളേജസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ PSc എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ ക്വാളിഫൈ ആയിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ ടോപ്പ് മെഡിക്കൽ കോളേജസിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും ബോയ്സിന് BSc നഴ്സിംഗ് പറ്റുമോ എന്നുള്ളത്. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അത് സെപ്പറേറ്റ് നമുക്ക് ജെൻഡറൊന്നും സെപ്പറേഷൻ ഇല്ല. ആർക്ക് വേണമെങ്കിലും BSc നഴ്സിംഗ് എടുക്കാവുന്നതാണ്. ഇനി പറയുകയാണെങ്കിൽ BSc നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് MSc ഹയർ എഡ്യൂക്കേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് MSc എടുക്കാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 30 എബവ് സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നിങ്ങൾ പുറത്ത് വിദേശത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 lakh വരെ സാലറി ലഭിക്കുന്നതാണ്. ചില കോളേജസുകൾ ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജസുകൾ, മിലിറ്ററി നഴ്സിംഗ് കോളേജസുകളൊക്കെ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇനി നിങ്ങൾ എയിംസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, എയിംസ് കോളേജസിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ നടത്തുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം എഴുതേണ്ടതാണ്. ഇനി നമുക്ക് കേരളത്തിനകത്ത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എത്രയാണെന്ന് നോക്കാം. 20,000 താഴെയാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജസിലൊക്കെയുള്ള ഫീ എന്ന് പറയുന്നത്. നിങ്ങളിനി പ്രൈവറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഫീ വരുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നല്ലൊരു
പ്രൊഫഷണൽ കോഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ +2 കിട്ടിയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്റ്റുകളുടെയും മാർക്ക് കൂട്ടി കിട്ടുന്നൊരു മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത്. ഇൻഡെക്സ് മാർക്ക് പരിഗണിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 300 നമ്മുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത് 300-ലാണ്. 300-ൽ 300 ഉള്ളവർക്കാണ് 300-ൽ 300, പിന്നെ 299, 298 എന്നീ മാർക്കുകൾ ഉള്ളവർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിനകത്ത് ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതിനും താഴെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSൻ്റെ താഴെ അണ്ടറിൽ തന്നെ വരുന്ന മറ്റ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഇതുവരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ ഇങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം പഠിക്കാനും നല്ല വർക്കും ഉള്ളൊരു ജോലിയാണ് BSc നഴ്സിംഗ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. ഇനി LBSലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ 1 ടൈം ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം മാത്രമേ LBSലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. BSc നഴ്സിംഗ് 4 ഇയർ കോഴ്സാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇൻറ്റേൺഷിപ്പും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.